ഹായ് ഓൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു ബ്രൗണി ടവർ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൗണി ടവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 kg സൈസിലുള്ള ബ്രൗണിയാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഇട്ടത്. അപ്പോൾ ഇത് ഒരു 200 ഗ്രാം മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്, പിന്നെ അതുപോലെ ബട്ടർ 150 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്, പിന്നെ പൊടിച്ച പഞ്ചസാര 100 ഗ്രാം, അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്ന ബ്രൗണിയിൽ കൊക്കോ പൗഡർ യൂസ് ചെയ്യാതെയാണ് നമ്മൾ ബ്രൗണി ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ബ്രൗണിക്ക് മെയിനായിട്ട് ചിലവർ പറയാറുണ്ട്, ചോക്ലേറ്റും എല്ലാം കൂടി വരുമ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യണില്ല കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്ററിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ 6 എഗ്ഗാണ് ഫസ്റ്റ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ സോൾട്ട് ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്. ഇത് 100 ഗ്രാമാണ്. ഇത് നമ്മളിപ്പോൾ 2 kg അളവായതുകൊണ്ടാണ് 100 ഗ്രാം. ഇതിപ്പോൾ കറക്റ്റ് 1 kg ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ അളവും അതിൻ്റെ എല്ലാം ഹാഫ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗറും സെയിം അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്, 100 ഗ്രാമാണ് കേട്ടോ. പിന്നെ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും മെൽറ്റ് ചെയ്യാം. അതും എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒന്നിച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് ബ്രൗണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ ചിലർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ അത് ആ ഒരു കയ്പ്പ് ടേസ്റ്റ് കാരണം മക്കൾക്കൊന്നും ഇഷ്ടമാവണം എന്നില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ബ്രൗണി എന്തായാലും കയ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ഈ ഒരു ബൗളിൽ ഇട്ടിട്ടുണ്ട്. ഫ്ലോർ മാത്രം ഇട്ട് കൊടുക്കാത്തതുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മളിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്, മിൽക്ക് ചോക്ലേറ്റ് കേട്ടോ. അത് ഡാർക്ക് ചോക്ലേറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ബീറ്റ് ചെയ്യണ സമയത്ത് നമ്മളൊരു 1/2 കപ്പ് ന്യൂട്ടെല്ല കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ന്യൂട്ടെല്ല ചേർക്കുന്നത് ഞാനതിൽ സ്കിപ്പായിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്യാമറ ഓഫായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂട്ടെല്ല 1/2 കപ്പ് കൂടി ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കൂടി കിട്ടുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് ബീറ്റായിട്ട് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറി നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയ രീതിയിൽ വരണം കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ബീറ്ററിൽ നിന്ന് മാറ്റിയതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ മിക്സ് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോറാണ്. ഫ്ലോർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 120 ഗ്രാമാണ് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടണം, പിന്നെ ഓവർ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ന്യൂട്ടെല്ലയും അതുപോലെ ചോക്ലേറ്റും എല്ലാം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ഈ സമയത്ത് ഈ ഫ്ലോറിൽ മിക്സ് ചെയ്യുക കേട്ടോ. ഫ്ലോറിൽ മിക്സ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ വേണം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒന്നുകൂടി ടൈറ്റായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. അപ്പോൾ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ അവിടെ ന്യൂട്ടെല്ല ചേർക്കണം എന്ന് നിർബന്ധമില്ല. ന്യൂട്ടെല്ല ചേർത്തിട്ട് കൊക്കോ പൗഡറും ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്താൽ മതി. ന്യൂട്ടെല്ല സ്കിപ്പ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലോർ ഒന്നിച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരണമെന്നൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് കട്ടയില്ലാതെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറോ ഹാൻഡ് ബീറ്ററോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം ഒന്നിച്ചിട്ട് തന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് തന്നെ ചെയ്യാം, പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്രൗണി ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ബ്രൗണി ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറേഞ്ച് ചെയ്യണത് ആണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഈ ബ്രൗണി ടവർ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1.5 kg ബ്രൗണിയാണ് ആവശ്യമുള്ളത്. 2 kg ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു 2 kg അളവാണ് ഇവിടെ കാണിച്ച് തരുന്നത്. ഇപ്പോൾ ഇതാ ഫ്ലോറെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ടിന്നിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ബ്രൗണി ടവർ ചെയ്യുമ്പം എല്ലാ പീസും ഒരേ ഹൈറ്റിലുള്ളതായിരിക്കണം കിട്ടണം കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് ബേക്കാക്കി എടുക്കുന്നത്. ഒരു പാത്രത്തിൽ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്കിപ്പോൾ 8 ഇഞ്ചിലാണ് നമ്മളിത് ബേക്കാക്കി എടുക്കുക. അപ്പോൾ ഹൈറ്റ് കൂടുതലായിട്ടുണ്ടായിരിക്കും, പക്ഷേ പീസ് കുറവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ 2 kg ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ബ്രൗണി ആയിരിക്കും. അപ്പോൾ ആ ഒരു ടവർ കാണാൻ അത്ര ലുക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 8 ഇഞ്ചിലും 6 ഇഞ്ചിലും ആയിട്ടാണ് ഇപ്പോൾ ബേക്കാക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് ടിന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ടിന്നിൽ ഒഴിക്കുന്ന സമയത്ത് രണ്ടും ഒരേ ഹൈറ്റിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഒരേ ലെവലിലായിരിക്കണം, ഒന്ന് കൂടുതലും ഒന്ന് കുറവായിട്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബേക്കായി വരുമ്പോൾ രണ്ടും 2 സൈസായിരിക്കും. പിന്നെ കട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഇത് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഷെയ്ഡ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഡാർക്ക് ഷെയ്ഡ് വരുന്നത് നമ്മൾ ആ കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ നമ്മൾ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ടെക്സ്ചറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബട്ടർ പേപ്പറെല്ലാം റിമൂവ് ചെയ്തതിൻ്റെ ശേഷം ഇനി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഇത് കട്ട് ചെയ്യണം കേട്ടോ. മുകളിൽ ചോക്ലേറ്റ് ഇങ്ങനെ എന്താ പറയുക വന്ന് നിൽക്കണുണ്ട് കേട്ടോ. നമ്മൾ ടച്ച് ചെയ്യണ സമയത്ത് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇത് ഈ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ചോക്ലേറ്റാണ്. ഇനി ഇതിന് നമുക്ക് എല്ലാം ഒരേ സൈസിലുള്ള പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്കിനെ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടും നമ്മളിതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഉള്ളിലുള്ള ടെക്സ്ചർ വന്നിട്ടുള്ളത്, ലൈറ്റ് ഷെയ്ഡായിട്ടാണ്. അപ്പോൾ കൊക്കോ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാത്ത റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മളിതിനൊന്ന് ഈ ഒരു ലെവലിലായിട്ട് ഒരേ ലെവലിൽ വെച്ചിട്ട് ഒന്നുകൂടി കട്ട് ചെയ്ത് 4 പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരേ സൈസിലുള്ള പീസാക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നിനെ അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. ഓരോന്നും ഒരേ സൈസിലായിട്ട് തന്നെ. ഇതിപ്പോൾ വലിയ പീസായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പീസാക്കി, അതായത് 3 ലൈനായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യാം. പക്ഷേ അതൊക്കെ ബ്രൗണി സെറ്റ് ചെയ്ത് വരുമ്പോൾ, ടവർ സെറ്റ് ചെയ്ത് വരുമ്പോൾ കാണാൻ അങ്ങനെ വലിയൊരു ഹൈറ്റൊന്നും ഉണ്ടാവണമെന്നില്ല. ഇനി ഇതാ കണ്ടോ, നല്ല ഒരു കേക്കി ടെക്സ്ചറാണ് വന്നിട്ടുള്ളത്. ഫഡ്ജിയും കേക്കും 2 ടെക്സ്ചറാണ് നമുക്ക് സാധാരണ ബ്രൗണിക്ക് വരാറുള്ളത്. അപ്പോൾ ഇതൊരു കേക്കി ടെക്സ്ചറാണ് കേട്ടോ. നമ്മൾ ബേക്കിംഗ് പൗഡറും സോഡ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്കൊന്ന് സെറ്റാക്കി എന്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. ഈ ബേസിൽ കുറച്ച് ചോക്ലേറ്റ് ആദ്യം വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ബ്രൗണിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ന്യൂട്ടല്ല അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഗണേഷില്ലേ തിക്കാക്കിയിട്ട് അത് വേണമെങ്കിൽ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് ന്യൂട്ടല്ലയാണ്. ന്യൂട്ടല്ല വെച്ചിട്ട് തന്നെ നമ്മളിതിന് ഫുള്ള് താഴെയും മുകളിലൊക്കെ ന്യൂട്ടല്ലയാണ് കേട്ടോ കൊടുക്കുന്നത്. കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ന്യൂട്ടല്ല തന്നെ യൂസ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ ഇത് ഓരോ പീസും നമ്മൾ ഇതുപോലെ താഴെ ഭാഗത്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലെവലാക്കിയിട്ട് ഒരേ ലെവലിലാക്കിയിട്ട് 5 എണ്ണമാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ടും കൂടി ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർ ഭാഗത്ത് വരുന്നത് പിന്നെ താഴോട്ട് ചിരിഞ്ഞ് പോവില്ല, കറക്റ്റിന് തന്നെ ഇരുന്നോളും. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ആദ്യം ന്യൂട്ടല്ല ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോ പീസിലായിട്ടും ആ ന്യൂട്ടലിൻ്റെ വരണം. എന്നിട്ട് പിന്നെ അടുത്ത ലെയറായിട്ട് അടുത്ത പീസ് കൂടി വെച്ച് കൊടുക്കുകയാണ്. അത് 4 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ 5 എണ്ണം കൊടുത്തു, പിന്നെ 4 എണ്ണമാണ് കൊടുക്കുന്നത്. അതിന് നേരത്തെ ഇതേപോലെ പൈപ്പ് ബാഗിലാക്കിയിട്ട് തന്നെ കൊടുക്കണം. പിന്നെ നമ്മളിവിടെ ഫസ്റ്റ് ഇത് ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ബ്രൗണി പീസും തമ്മിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം അത് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് 4 കൂടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ന്യൂട്ടെല്ല പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം നമ്മളിവിടെ ഒരു 3 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൂത്ത് പിക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റും അതുപോലെ കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ. അതുകൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ വീണ്ടും ന്യൂട്ടെല്ല എല്ലാത്തിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ബ്രൗണീൻ്റെ ടവർ വന്നിട്ടുള്ളത്. ഓരോ പീസും ഫുള്ള് ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇളകിയാലും വീഴാൻ ചാൻസ് കുറവാണ് കേട്ടോ. നല്ലോണം കുണ്ടും കുഴിയിലുള്ള റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ വീഴാൻ ചാൻസ് ഉള്ളൂ. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒക്കെ മുകളിലായിട്ട് കുറച്ച് ഷോർട്സാണ്, ചോക്ലേറ്റിൻ്റെ ഷോർട്സാണ് ഇട്ട് കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോർട്സ് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡയറി മിൽക്ക് പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം, അതുപോലെ കിക്കറ്റ് പീസായിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഡെക്കറേഷനായിട്ട് നമുക്ക് ചോക്ലേറ്റുകൾ എന്തും വെച്ച് കൊടുക്കാം. പിന്നെ ഫെറാറോ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് വെച്ച് കൊടുക്കുന്ന സമയത്തും താഴെ ബേസിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് അപ്ലൈ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ പിന്നെ മൂവായിട്ട് പോവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടോപ്പർ വേണം. പിന്നെ അതുപോലെ ഒരു ക്യാൻഡിൽ കൂടി കൊടുക്കണം കേട്ടോ. പിന്നെ മാറ്റർ താഴെ ബേസിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇനി നമ്മൾ ബ്രൗണി ടവറിൻ്റെ ആ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് പിന്നെ ടോപ്പർ വന്നതുകൊണ്ട് നമുക്ക് അവിടെ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാൻ, ഫെറോറോ വെച്ച് കൊടുക്കാൻ കഴിയില്ല. ടോപ്പർ വെക്കാനുള്ള ആ ഒരു സ്പേസ് പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അത് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രൗണി റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രൗണി ടവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരു ഫ്ലേവർ കൂടുതലാവണതിനനുസരിച്ച് റേറ്റ് ചേഞ്ച് വരും. എന്നാലും ഞാൻ ഈ ഒരു ഫ്ലേവറിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് 1500 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് തന്നെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയും വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്